ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു കൊഴുക്കട്ട വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മൂത്ത് വരണം, അത്രേ വേണ്ടൂ. ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പച്ചമുളകും ഉണക്കമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പച്ചമുളകും 2 ഉണക്കമുളകുമാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകും ഉണക്കമുളകും നമ്മുടെ എരിവിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. കൂടുതൽ നേരം നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരമൊക്കെ വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം ഇതുപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തരിയോട് കൂടിയ വറുത്ത അരിപ്പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയുടെ മിക്സ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന് നല്ല ചൂടാണല്ലോ. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന് ചെറിയ ചൂടേ ഉള്ളൂ. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിൽ പുരട്ടിയതിന് ശേഷം ഈ മിക്സിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ മാവ് മുഴുവനും ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ബോൾസ് തട്ടിലേക്ക് വെച്ച് കൊടുക്കാവൂ. അതിനുശേഷം ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 തുടങ്ങി 15 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളികേര ചട്നിയും ടൊമാറ്റോ ചട്നിയും നമ്മുടെ ഈ ഒരു കൊഴുക്കട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൊഴുക്കട്ട എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.